ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ അല്ലേ, അതൊക്കെ കാണുന്ന കുട്ടികൾക്ക് മദ്യപാനം ഒരു അപമാനകരമായിട്ടുള്ള കാര്യമായിട്ടേ തോന്നില്ല. കാരണം അത്രയ്ക്കാണല്ലോ നോർമലൈസ് ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല, സ്കൂൾ കുട്ടികൾ മദ്യപിക്കുന്ന രംഗങ്ങൾ പോലും സിനിമയെ കാണിക്കുന്നതിന് സംവിധായകർ മത്സരിക്കാൻ തോന്നും. സിനിമ കണ്ടതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നത്. അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുകൊണ്ട് കൂടെയാണ്. മാത്രമല്ല, മദ്യപാനം ചീത്ത കാര്യമല്ല എന്ന് പൊതുബോധം ഉണ്ടാക്കി കുട്ടികളെ സിനിമ കൂടുതൽ ആകർഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ മദ്യപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ തെറ്റായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ സിനിമകൾ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അസൽ സാമൂഹ്യ വിരുദ്ധതയാണ്. മാനസിക സംഘർഷങ്ങളോ സന്തോഷങ്ങളോ ഏതുമാകട്ടെ, ബാക്കി കുടിച്ചുകൊണ്ട് ആലോചിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മദ്യപാനത്തിന്റെ മഹത്വവൽക്കരണം, വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുന്ന സിനിമകളെയും മദ്യപാനത്തെ അന്തസ്സിന്റെ വേഷം കെട്ടിക്കുന്ന സിനിമകളെയും പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. പണ്ടത്തെ കുറച്ച് നാൾ മുന്നത്തെ സിനിമകളും ജീവിതമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മദ്യപാനികളെ ഒരു ആദരിക്കപ്പെടുന്ന വ്യക്തിയായിട്ടല്ല കാണുന്നത്, ഒരു ദുരന്ത അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഓടയിലും മദ്യഷാപ്പിലും അലങ്കോല എന്ന കുടുംബ പശ്ചാത്തലത്തിലൊക്കെ നിന്നിരുന്ന മദ്യപാനികളെ ഇപ്പോൾ ഒരു മാന്യതയുടെ രൂപത്തിലേക്ക് ഇപ്പോഴുള്ള സിനിമകൾ കൊണ്ടുവരുന്നുണ്ട്. പണ്ട് വില്ലന്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി ഇന്ന് കൗമാര നായകന്റെ കയ്യിലായപ്പോൾ മദ്യക്കുപ്പിക്കും താരപരിവേഷമായി. സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 19,088.68 കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത്. 2022-23 സാമ്പത്തിക വർഷം ഇത് 18,510.98 കോടി രൂപയുടെ ആയിരുന്നു. നികുതിയിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് 16,609.63 കോടി രൂപ. പോലീസ് സ്റ്റേഷനുകളിലെ FIRകളിൽ നിന്ന് മദ്യപിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് കൂടി സർക്കാർ ശേഖരിച്ച് പുറത്തുവിടണം. എന്നാൽ ഈ 16,609.63 കോടി രൂപ നികുതി വാങ്ങി സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത എന്താണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരുള്ളൂ. മദ്യം തകർത്ത് തരിപ്പിടമാക്കിയ കുടുംബ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ, ജോലി, അതുപോലെ തന്നെ മദ്യലഹരി സംഭവിച്ച അപകടങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ഇവയ്ക്കൊന്നും കണക്കില്ല. ചെറുപ്പത്തിലേ തുടങ്ങുന്ന മദ്യപാനം ഇതിന്റെയൊക്കെ വ്യാപ്തി പല മടങ്ങാക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു പേരും പറഞ്ഞ് ഈ അരാജകത്വത്തെ വെള്ളിത്തിരയിൽ വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ടോ? ഇതൊന്നും സെൻസർ ബോർഡ് കാണുന്നില്ലേ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം കണ്ടത് സെക്സും വയലൻസും നിറഞ്ഞ അണിയറ കഥകളാണ്. പക്ഷേ അനാവശ്യ കൗമാര മദ്യപാന രംഗങ്ങളും അതിന്റെ മഹത്വവൽക്കരണവും അണിയറയ്ക്ക് പുറത്തും ഇരകളെ തേടി നടക്കുന്നുണ്ട്. പാട്ടുപാടിയും നൃത്തം ചെയ്തും കുട്ടികളെയും ഒപ്പം രാജ്യത്തെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ദ പൈറ്റ് പെപ്പർ ഓഫ് ഹാംലിൻ കേരളത്തിൽ അവതരിക്കുന്നത് സിനിമയായിട്ടാണെങ്കിൽ കരുതിയിരിക്കണം.